എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈക്കിൾ ജാക്സന്റെ ബയോപിക് ആയിട്ട് ഇറങ്ങിയ പുതിയ പടം മൈക്കിളിന്റെ റിവ്യൂ ആണ്. സ്പോയിലർ ഒന്നും ഉണ്ടാവില്ല, നോൺ സ്പോയിലർ റിവ്യൂ ആയിരിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഈ റിവ്യൂവിന് വേണ്ടി, ബട്ട് സ്റ്റിൽ ഞാൻ വർക്കൊക്കെ ഉള്ള കാരണം ഞായറാഴ്ചയൊക്കെ പടം കാണാൻ പോകാൻ പറ്റുള്ളൂ. അടുത്തൊന്നും തിയേറ്റേഴ്സും ഇല്ല. അപ്പോൾ എടപ്പള്ളി തന്നെ പോയി കണ്ടു, വനിതാ വിദ്യയിൽ. ആൻഡ് ദിസ് ഫിലിം, എനിക്ക് പടത്തിനെ കുറിച്ച് കുറേ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഫിലിം ഐ റിയലി ലവ് ദിസ് ഫിലിം. ഞാൻ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. ഇതൊരു പെർഫെക്റ്റ് പടമല്ല, ഇത് കംപ്ലീറ്റ്ലി ജെന്യുവൻ ആയിട്ട് പറയുകയാണ്. ഇത് ഒരു പെർഫെക്റ്റ് പടമല്ല, ഒരു വളരെ മികച്ച പടമൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഓവറിലായിട്ട് അതിൽ എക്സ്പെക്ട് ചെയ്യരുത്. ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഗോയിങ് ടു എ മൈക്കിൾ ജാക്സൺ കോൺസേർട്ട്. മൈക്കിൾ ജാക്സൺ കോൺസേർട്ട് ജീവിതത്തിൽ ഒരിക്കലും പോകാൻ പറ്റിയില്ല, ബട്ട് സ്റ്റിൽ മൈക്കിൾ ജാക്സണിന് വേണ്ടി ഒരു വിടപറച്ചിൽ കൂടി, ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ പടം ഉണ്ടാക്കുന്നത്. എനിക്കും മൈക്കിൾ ജാക്സന് വേണ്ടി ഒരു വിടപറച്ചിൽ പോലെയാണ് ഞാൻ ഈ പടം കണ്ടത്. ഇതിന് ശേഷം ഇത്രയും നാൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ അടിപൊളിയാക്കിയ ആൻഡ് വി റിയലി മിസ് മൈക്കിൾ ജാക്സൺ. ഹീസ് ദ കിങ്, അൾട്ടിമേറ്റ് കിങ്, ദി റിയൽ ഓറ ഫാമർ എന്നൊക്കെ പറയൂലേ പുള്ളിക്കാരൻ. അപ്പോൾ അയാൾക്കൊരു ദാറ്റ് കിങ്ങിന് ഒരു ട്രിബ്യൂട്ടായിരുന്നു ഈ ഒരു പടം. സോ ദിസ് നോട്ട് എ പെർഫെക്റ്റ് ഫിലിം, ബട്ട് ഇതിൽ മെജോറിറ്റി എനിക്ക് പോസിറ്റീവ്സ് ആണ് പറയാനുള്ളത്. ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇതിൻ്റെ മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിച്ച ദ വൺ ആൻഡ് ഓൺലി മൈക്കിൾ ജാക്സന്റെ നെഫ്യൂ ആണ് ജാഫർ ജാക്സൺ. പുള്ളിക്കാരുടെ പെർഫോമൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ പെർഫോമൻസ്. അച്ഛനായിട്ട് അഭിനയിച്ച ആളുടെ പുള്ളിക്കാരൻ രണ്ടുപേരുടെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്. പിന്നെ ഈ പടത്തിൽ നിങ്ങൾ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ഇൻ ടേംസ് ഓഫ് ലൈക്ക് അയാളുടെ ശരിക്കും ഈ പടം പറയുന്നത് സ്പോയിലർ അല്ല, ഫ്രം ദ സ്റ്റാർട്ട് മൈക്കിൾ ജാക്സന്റെ കരിയർ തുടക്കം മുതൽ ഒരു പകുതി വരെ പറയാനുള്ളൂ. കാരണം ഒരു മേജർ പോർഷൻ ചിലപ്പോൾ രണ്ടാം ഭാഗത്തിൽ പറയും. ഇതിൽ പറയുന്നത് റിമെമ്പർ ദ ടൈം എന്ന് പറഞ്ഞ പാട്ടൊന്നും ഇപ്പം വന്നിട്ടില്ല. ആ പാട്ടിലൊന്നും സിനിമയിൽ പറയുന്നില്ല. അതൊക്കെ രണ്ടാം ഭാഗത്തിൽ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. മിക്കവാറും രണ്ടാം ഭാഗം ഉണ്ടാവും. ഒരു മെജോറിറ്റി ഒരു പ്രൈം വരെയുള്ള ഒരു ടൈമാണ് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രവേഴ്സി ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ കാര്യവും മൈക്കിൾ ജാക്സൺ ഒരു സ്പൈ ആണെന്നുള്ള കാര്യം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. മൈക്കിൾ ജാക്സൺ വീണ്ടും ഒരു തരംഗമായി മാറി സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തിൽ പുള്ളി സ്കോർ ചെയ്ത പോലെ വേറൊരുത്തന്നെ സ്കോർ ചെയ്തിട്ടില്ല. അന്തമാതിരി ഓറാഫാമി എന്ന് പറഞ്ഞ വേർഡൊക്കെ പുള്ളിയാണ് കണ്ടുപിടിച്ചത്. അന്തമാതിരി ക്രേസ് ഉള്ള, ലേക്കും ലോകം മൊത്തം അറിയാവുന്ന അമേരിക്കക്കാരൻ മൈക്കിൾ ജാക്സൺ ആണ്. ലോകം മൊത്തം അറിയാവുന്ന വ്യക്തികൾ ഒരാൾ മൈക്കിൾ ജാക്സൺ ആണ്. ദ വേൾഡ് ലവ്സ് ഹിം ആൻഡ് അമേസിങ് സിംഗർ, വാട്ട് എ പെർഫോമർ. ആൻഡ് പുള്ളി ചെയ്യുന്ന ഒരു എഫേർട്ട് ഇതെല്ലാം ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മേജർ 2 പെർഫോമൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ്, അച്ഛൻ്റെ ക്യാരക്ടർ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫാദറിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് വാസ് അമേസിങ്. ശരിക്കും ഒരു പേടി തോന്നും പുള്ളിക്കാരൻ വരുമ്പോഴും. അതൊക്കെ റൈറ്റിങ്ങിലുള്ളതാണ്, ആ ഒരു പേടി എന്ന് പറഞ്ഞത്. നമുക്കത് ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരാൻ, എന്നിട്ട് ആ ക്യാരക്ടറിനെ നമ്മളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും പറ്റില്ല. ദിസ് ആക്ടർ നെയിൽഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. ശരിക്കും നമുക്ക് ദേഷ്യം തോന്നും ആ ഒരു ക്യാരക്ടറിനോട്, ഒരു ഇറിറ്റേഷൻ തോന്നും. അയാളുടെ പ്രസൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒരു ലെജൻഡിന്റെ അച്ഛനാണ്. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് ലെജൻഡ് ആയതെന്ന് അങ്ങനെ പറയുന്നില്ല. ബട്ട് അയാളൊരു പ്രശ്നമായിരുന്നു മൈക്കിൾ ജാക്സന്റെ ലൈഫിൽ. ആൻഡ് വെരി അബ്യൂസീവ് ആയിട്ടുള്ള ക്യാരക്ടർ. ആൻഡ് പെർഫോമൻസ് വാസ് അടിപൊളി. ആൻഡ് പാട്ടുകളെല്ലാം ഓഫ്കോഴ്സ് നമുക്കറിയാം, പണ്ടത്തെ പാട്ടുകൾ തന്നെയാണ് വച്ചേക്കുന്നത്. വേറെ തിരുത്തി പാടിയതൊന്നുമില്ല. ഇനി പറയാനുള്ളത് മെയിൻ ജാഫർ ജാക്സൺ. ഐ ഡോണ്ട് തിങ്ക് ലോകത്തിൽ ആർക്കും മൈക്കിൾ ജാക്സനെ ഇത്ര നന്നായിട്ട് കാണിക്കാൻ പറ്റുന്നു. ബിക്കോസ് ഈ ചെക്കൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതും ആ ഒരു ട്രെയിനിങ്ങും എല്ലാനും ഇറ്റ് വാസ് വർത്ത് ഇറ്റ് മാൻ. ലൈക്ക് അടിപൊളിയായിട്ട് ചെക്കൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. അതും കൂടി ആയപ്പോൾ ലൈക്ക് അത് കണ്ട കറക്റ്റ് മൈക്കിൾ ജാക്സൺ എന്നേ പറയുള്ളൂ. ആ ഒരു ക്ലൈമാക്സിലെ സംഭവം അതിന് മുമ്പുള്ളത് മൈക്കിൾ ജാക്സൺ തന്നെയാണ്. ബട്ട് ആ ഒരു പെർഫോമൻസും ആ ഒരു എനർജിയും, മൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് കളിക്കാൻ 30 സെക്കൻഡ് റീഡ് ഇടാം, അത് വേറെ കാര്യം. പക്ഷെ മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിക്കാൻ ഒരു 2 മണിക്കൂർ പടത്തിൽ അതേ എനർജിയോടെ കാണിക്കാൻ ഇത്തിരി പണിയാണ്. അത് ഈ ചെക്കൻ ചെയ്തു. ആൻഡ് ബ്ലഡ് റിലേറ്റീവ് ആയതുകൊണ്ട് മേ ബി ഉള്ളിലുള്ള മൈക്കിൾ ജാക്സൺ നടന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ചൂട് കാരണമാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ല ചൂടാണ്, അത് കാരണമാണ് ടൈം എടുക്കുന്നത്, വേർക്കുന്നത്. ബട്ട് സ്റ്റിൽ ദി എൻ്റർടൈൻമെൻറ്റ് വാസ് ടോപ്പ് നോച്ച്. ആൻഡ് പുള്ളിക്കാരൻ തുടക്കത്തിൽ തന്നെ വരുമ്പോൾ തന്നെ ഒരു എൻട്രിയിൽ തന്നെ മുടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ തന്നെ തിയേറ്റർ ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. പിന്നെ ക്ലൈമാക്സിൽ ആ ഒരു ഡാൻസ് സീക്വൻസും പിന്നെ ത്രില്ലറും അതൊക്കെ കൊള്ളാം. അത് അധികം കാണിച്ചില്ല ത്രില്ലർ.
ബട്ട് സ്റ്റിൽ എല്ലാവരും ഓരോരോ സോങ് ഇടയ്ക്ക് വെച്ച് ഉണ്ട്. പിന്നെ നമുക്കറിയാത്ത മൈക്കിൾ ജാക്സന്റെ കഥ, നമുക്ക് ഒരിക്കലും കേൾക്കാത്ത, അയാൾക്ക് ബ്രദേഴ്സ് ഉള്ള കാര്യം കുറേ പേർക്ക് അറിയില്ല. ജാക്സൺ 5 എന്നാണ് തുടങ്ങിയത്. 5 ബ്രദേഴ്സായിട്ടൊരു ബാൻഡാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ പുള്ളിയുടേതായ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെയില്ല, നമ്മുടെ കുടുംബമാണ് മെയിൻ. കുടുംബത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടർ. ആൻഡ് മോർ എന്താ പറയുക വെച്ചാൽ, മൈക്കിൾ ജാക്സൺ എന്ന വ്യക്തി, ആ ഒരു ക്രേസ്, അത് അൺമാച്ചബിൾ ആണ്. അതൊരിക്കലും മാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ആ പുള്ളിയുടെ പാട്ട് കേൾക്കുന്നുണ്ട്. ത്രില്ലർ ഞാൻ TV ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ത്രില്ലർ ഞാൻ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്ത്, ഞാൻ അത്രയും വലിയ ഒരു പോർഷനിൽ ഞാൻ ത്രില്ലർ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ത്രില്ലർ ഒന്നും കൂടി കണ്ട് എനിക്കിപ്പോൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ കാണാൻ പറ്റി. ഞാൻ ഈ പടം കണ്ടത്, എനിക്ക് റിവ്യൂ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ മൈക്കിൾ ജാക്സൺ നമ്മുടെ ലൈഫിൽ നമുക്ക് നൽകിയ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു താങ്ക് യു കൂടി പറയാനും വേണ്ടിയാണ് ഞാൻ ഈ പടം ബേസിക്കലി കണ്ടത്. കാരണം റിവ്യൂ ഇടാൻ നമ്മൾ പടങ്ങൾ കാണാറുണ്ട്, എനിക്ക് സിനിമ കാണാൻ ഇഷ്ടം കൊണ്ടും സിനിമ കാണാറുണ്ട്. ബട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ ഇവൻ ദോ നെഗറ്റീവായിട്ട് റിവ്യൂസാണ് തുടക്കം വന്നുകൊണ്ടിരുന്നത്, ക്രിറ്റിക്സ് ഒക്കെ പറഞ്ഞ് ഷോ പോകണമെന്നൊക്കെ. ബട്ട് നോ ബഡി കെയർസ് മാൻ, ഇറ്റ്സ് യു മിസ്സിങ് ദ പോയിന്റ്. ആ പോയിന്റ് എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ്, മൈക്കിൾ ജാക്സണിനെ ആഘോഷിക്കുക എന്നുള്ളതാണ് പടം. ആൻഡ് ഇഫ് യു ലൈക്ക് മൈക്കിൾ ജാക്സൺ, നിങ്ങൾക്ക് മൈക്കിൾ ജാക്സനെ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മൈക്കിൾ ജാക്സനോട് നന്ദി പറയണമെങ്കിൽ, ഡെഫിനറ്റ്ലി ഈ മൂവി ഇസ് വർത്ത് എ വാച്ച്. ആൻഡ് ബൊഹീമിയൻ റാപ്സോഡിയുടെ ഡയറക്ടറാണ്. ഇൻ ടേംസ് ഓഫ് എ ഫിലിം, ബൊഹീമിയൻ റാപ്സോഡി ഈസ് സ്റ്റിൽ ടോപ്പ് ഫോർ മീ. ബട്ട് മൈക്കിൾ ജാക്സൺ, അത് മൈക്കിൾ എന്ന പടം, ഇറ്റ് ഈസ് വൺ ടൈപ്പ് പടം, ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ മൈക്കിൾ ജാക്സൺ. ആൻഡ് താങ്ക് യു, King of Pop. I love you, King of Pop. Thank you for everything. I really love this movie. Thank you.